സേതുബന്ധനാസനം ചെയ്യുന്ന വിധം: ഇരു കാലുകളും നീട്ടിവെച്ച് മലർന്നു കിടക്കുക. അതോടൊപ്പം ഇരു കാലുകളും മുട്ടുമടക്കി 2 അടിയോളം അകത്തിവെച്ച് തറയിൽ പാദങ്ങൾ ഉറപ്പിച്ചു കുത്തുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് കഴിയുന്നത്ര ഉയർത്തുകയും കൈമുട്ടുകൾ രണ്ടും തറയിലൂന്നി കൈപ്പത്തികൾ കൊണ്ട് നടുവ് താങ്ങി കഴിയുന്നത്ര ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ നിന്ന് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ട് വരുമ്പോൾ കൈകൾ അയച്ച് പൂർവ്വസ്ഥിതിയെ പ്രാപിക്കാവുന്നതാണ്. വീണ്ടും 1-2 തവണ കൂടി ആവർത്തിക്കാവുന്നതാണ്. ഗുണങ്ങൾ: ഈ ആസനം ചെയ്യുന്നത് മൂലം കഴുത്തിനും നട്ടെല്ലിനുമുണ്ടാകുന്ന വേദന കുറഞ്ഞു കിട്ടുന്നു. ഭുജംഗാസനം ചെയ്യുന്ന വിധം: ആദ്യം കമഴ്ന്നു കിടക്കുക. തുടർന്ന് ഇരു കാലുകളും നീട്ടി ചേർത്ത് വയ്ക്കാം. ഇരു കൈപ്പത്തികളും തോളിനടുത്തായി നിലത്ത് കമിഴ്ത്തി വയ്ക്കുക. കൈമുട്ടുകൾ മുകളിലേക്ക് നോക്കിയിരിക്കണം. നെഞ്ചും നെറ്റിയും നിലത്തു പതിയത്തക്കവണ്ണം കിടക്കണം. തോളുകൾ അയഞ്ഞിരിക്കണം. സാവധാനത്തിൽ ശ്വാസഗതിക്കനുസരിച്ച് തല, നെഞ്ച്, നാഭി വരെ ഉയർത്തിക്കൊടുക്കുക. തോളുകൾ സർപ്പത്തിന്റെ പത്തി പോലെ വിടർന്നിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക് വരാം. ഗുണങ്ങൾ: ഈ യോഗ ചെയ്യുമ്പോൾ അരക്കെട്ട് വരെ ശരീരം പൊങ്ങുന്നതുകൊണ്ട് അരക്കെട്ടിലെ ഞരമ്പുകളുടെ ബലക്കുറവ് കാരണം രക്തസഞ്ചാരത്തിൽ തടസ്സം നേരിടുമ്പോൾ ഉണ്ടാകുന്ന നടുവുവേദനയ്ക്ക് ആശ്വാസം കിട്ടും. നട്ടെല്ലിന് അയവ് കിട്ടുന്നു. ഗർഭിണികളും ഗുരുതരമായ നട്ടെല്ല് പ്രശ്നമുള്ളവരും ഈ യോഗാസനം ഒഴിവാക്കേണ്ടതാണ്. സുപ്ത മത്സ്യേന്ദ്രിയാസനം ചെയ്യുന്ന വിധം: ഇരു കാലുകളും നീട്ടിവെച്ച് മലർന്നു കിടക്കുക. ഇരു കൈകളും ഇരുവശങ്ങളിലേക്കും ടി ആകൃതിയിൽ നിവർത്തി വെക്കുക. വലതുകാൽ മുട്ടുമടക്കി നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക. വലതു കാൽമുട്ട് ഇടത്തെ കൈകൊണ്ട് പിടിച്ച് ശരീരത്തിന്റെ ഇടതുവശത്തേക്ക് പതുക്കെ താഴ്ത്തി നിലത്ത് വെക്കുക. തല വലതുവശത്തേക്ക് തിരിക്കുക. ഈ പൊസിഷനിൽ ശാന്തമായി ശ്വാസമെടുക്കുക. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം സാധാരണ നിലയിലേക്ക് തിരികെ വരിക. ഇതേപോലെ ഇടതുഭാഗത്തും ചെയ്യുക. ഗുണങ്ങൾ: ശരീരത്തിന് വിശ്രമം നൽകാനും നട്ടെല്ലിന് വഴക്കം കൂട്ടാനും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. ബാലാസനം ചെയ്യുന്ന വിധം: കാൽപാദം രണ്ടും തറയിലമർത്തി നിലത്ത് പാദങ്ങളിൽ ഇരുപ്പുറപ്പിക്കുക. മുന്നോട്ടാഞ്ഞ് നെറ്റി നിലത്തു മുട്ടിച്ച ശേഷം 2 കൈകളും തലയുടെ 2 വശത്തുകൂടെ മുന്നോട്ട് നിവർത്തി കൈപ്പത്തികൾ നിലത്തമർത്തി വയ്ക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കുറച്ച് നിമിഷങ്ങൾ ഈ രീതിയിൽ തുടരാം. ഗുണങ്ങൾ: ഈ ആസനം ചെയ്യുന്നത് മൂലം കഴുത്ത്, തോളുകൾ, പുറം എന്നിവയിലെ വേദന കുറഞ്ഞു കിട്ടുന്നു.